ആദ്യം കമ്മീഷണർ, പിന്നെ ആ മായ, ഇപ്പൊ നിങ്ങള്. ഒരാള് മാറി മറ്റൊരാൾ. തീർത്തിട്ടും ആടാന്ന് പറഞ്ഞ അതൊരു കഴിവില്ലാതെ വന്ന് നിൽക്കുന്നു. കൈ രണ്ടും മടക്കി അതിൽ വിലം കെട്ട് നെറ്റിയിലേക്ക് പിസ്റ്റൾ കാട്ടി അവനെ വെടിവെക്കാൻ പറ്റാതെ ഓടിപ്പോയെന്ന് പറയുന്നല്ലടാ. എന്താ സ്വാമി, നാണമല്ലേ? കഷ്ടപ്പെടാതെ പോസ്റ്റിംഗിലേക്ക് വന്ന ഇങ്ങനെ ആയിരിക്കല്ലേ? എന്താ അഭിമാനം പൊങ്ങി വരുന്നോ? പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലേ എനിക്കല്ല, നിങ്ങൾക്കും ചേർത്താണ്. മനസ്സിലായോ? അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്. അങ്ങനെയാണ് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സർ. ഹലോ അവിനാഷ്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പൊ എവിടെയാ? ഒരു കേസുമായിട്ട് കോട്ടയം വരെ വന്നതാ. നാളെ എത്തും. എന്തേലും അർജന്റ് ഉണ്ടോ? അല്ല, കോളേജിൽ ചെറിയൊരു പ്രശ്നം, അതുകൊണ്ടാ. കോളേജിലോ? എന്ത് പ്രോബ്ലം? ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വാ, വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി ചേട്ടാ, വന്ന ഉടനെ ഞാൻ വിളിക്കാം. ശരി. ശരി സർ, അദ്ദേഹം വന്നതിന് ശേഷം മീറ്റ് ചെയ്യും. അതൊരിക്കൽ ചേട്ടന്റെ വീട്ടിലുണ്ടാവും ഞാൻ. ശരി ശങ്കർ, വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാരമില്ല സാർ, അടുത്ത് തന്നെയാ, ഞാൻ നടന്നു പോയിക്കോളാം. ശങ്കർ സർ. പിന്നെ ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വീട്ടുകാരെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. എന്തെന്ന് വെച്ചാല് ഇത് കോളേജ് ക്യാമ്പസ് നടന്നതായതുകൊണ്ട് നിന്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി സർ. പിന്നെന്താണ്ടാവാൻ നോക്കാം. ഓക്കെ ഓക്കെ സർ, ചെല്ലേ. ചേച്ചി, ഒരു പ്ലേറ്റ് ദോശ എടുത്ത്. എന്താ മതിയോ? അത് ഞാൻ ഒരു ദോശ കൂടെ എടുക്കട്ടെ? ഇല്ലില്ല, കുറച്ച് ദിവസമായി വഴിക്ക് വന്ന്. ഇല്ലില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അല്ല, നിങ്ങൾക്കോ? ചേച്ചി, ഒരു ഓംപ്ലേറ്റ് വേണം ചേച്ചി. ഇപ്പൊ തരാമേ. ഹോസ്റ്റലിന്റെ റൂമിന്റെ വാതിക്കെ ബാഗ് വെച്ചത് നീയല്ലേ? നീയല്ലേന്ന്? സ്വാമി, ഇവന്മാരൊക്കെ ജീവിക്കട്ടെ. ഇങ്ങോട്ട് വാടാ. അനിയ, എന്തുവാടാ? നിനക്കൊക്കെ വല്ല വിവരമുണ്ടോ? നിനക്കൊക്കെ എന്തിന്റെ സൂക്കേടാ? നിന്നെ കണ്ടാലറിയാലോടാ കുടുംബത്തിൽ പറഞ്ഞാണെന്ന്. എന്നിട്ട് ഇവന്മാരുടെയൊക്കെ കൂടെയാണോ കൂട്ട്? കേസെങ്ങാനും ഫയലായി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്കൊന്നും പഠിക്കാനും പറ്റത്തില്ല, നീയൊക്കെ അകത്തും കിടക്കും. നിന്റെ ലൈഫ് തന്നെ സ്പോയിലാവും. സാറിനോട് ഞാൻ പറഞ്ഞോളാം, നീ ഒപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും നിന്നോട് ചോദിക്കുവാണെങ്കിൽ ആ സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ചിന്ന. പറയൂ സർ. ഒന്നുമില്ല, അടുത്ത ആഴ്ച സെമസ്റ്റർ എക്സാം തുടങ്ങല്ലേ. ശങ്കർ ആണെങ്കിൽ കോളേജിലേക്ക് വരുന്നില്ല. ശങ്കർ കോളേജിലേക്ക് വന്നില്ലെന്നോ? ഇന്നലെ രാത്രി ഇവിടെ വന്ന് വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയല്ലോ സർ. ഒരു മിനിറ്റ്, അമ്മയോട് ചോദിച്ചു പറയാം. അമ്മേ, അവൻ കോളേജിലേക്ക് പോയില്ലേ? നിങ്ങളോട് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല മോനെ. അമ്മയ്ക്ക് അറിയില്ല അത്ര സർ. ഞാൻ അവന് ഫോൺ ചെയ്ത് എവിടെ ഉള്ളതെന്ന് ചോദിക്കാം സർ. ഓക്കെ സർ. സർ, ആ ശങ്കർ മിസ്സിംഗ് എന്ന് പറഞ്ഞ് അവന്റെ ചേട്ടൻ നമ്മുടെ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് സർ. സാർ, ഇപ്പൊ എന്താ സാറേ ചെയ്യാ?
വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ദയവായി സോ പ്രോബ്ലം എല്ലാം അവസാനിച്ചു. ഈ കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? എനി ഡൗട്ട്? No, sir. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ഏട്ടാ പറയണം ഡോക്ടർ. സർ, മിനിഞ്ഞാന്ന് നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അയാൾ എന്റെ സ്റ്റുഡന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ടെൻഷൻ ആവല്ലേ ഡോക്ടർ. ആർക്കും സംശയം വരാത്ത പോലെ മാനേജ് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ എത്താം. ആ ശരി സർ, വേഗം വന്നേക്കണേ. അതെ, പുതുതായിട്ട് വന്ന പേഷ്യന്റ് ഇല്ലേ, അയാൾക്ക് ഒരു ഡോസ് കൂടി കൊടുത്തേ. ശരി സർ. ചെല്. എന്തോടാ അനന്താ പിടിക്കണം. വാടാ. എന്താടാ ഇതെല്ലാം? This seems to be a complicated case. എന്റെ അനിയൻ എന്ത് പറ്റി സർ? He is suffering from recurring frozel, non-bizarre delusion prosecutory subtype. എന്ന് വെച്ചാ? അത് പിന്നെ ഈ പേഷ്യന്റിന്. എക്സ്ക്യൂസ് മീ. വരൂ സാർ, ഇരിക്കെ. ഇവരാണോ നിങ്ങളുടെ ബന്ധുക്കൾ? അതെ സാർ. നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചോ? ഏയ് അല്ല സാർ, എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള സാറ് കടന്നു വന്നത്. അവന്റെ പേരെന്താ പറഞ്ഞത്? ശങ്കർ. പേഷ്യന്റെ കേസ് ഷീറ്റില് അദ്ദേഹത്തിന്റെ പേരെഴുതിയേക്ക്. ശങ്കറിന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലം വല്ലതും ഉണ്ടായിരുന്നോ? ഡ്രഗ്സോ? അങ്ങനെ ഒന്നുമില്ല സർ. സാറ് വെറുതെ തെറ്റിദ്ധരിച്ചതാ. എനിക്കറിയാവുന്നിടത്തോളം ശങ്കറിന് അങ്ങനെ യാതൊരു ശീലമില്ല. കോളേജിൽ എന്താ നടക്കുന്നത്, ഹോസ്റ്റൽ റൂമിൽ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതിരിക്കട്ടെ സർ, എന്റെ അനിയൻ എങ്ങനെ ഇവിടെ വന്ന് എന്താ ചെയ്ത്? എന്താ ചെയ്തെന്നോ നോക്ക്. കുറച്ചിപ്പുറത്തായിരുന്നെങ്കിൽ കണ്ണുപോയേനെ. കല്ലുകൊണ്ടാ എറിഞ്ഞത്. ഇതെപ്പോഴാ സംഭവിച്ചത്? മിനിഞ്ഞാന്ന് രാത്രി ഞാൻ റൗണ്ട്സിലായിരുന്നപ്പോ ഇവൻ മാത്രം കുറച്ച് ടെൻഷനിലായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് നീയല്ലേ എന്ന് ചോദിച്ചോണ്ട് മുഖത്തേക്ക് ഒരു കല്ലുകൊണ്ട് എറിഞ്ഞിട്ടാ പോയത്. അങ്ങനെ ഓടി അവനെ പിടിക്കാൻ ഞങ്ങൾ പുറകിൽ ചെന്നപ്പോ ഒരു ഇടവഴിയിൽ വെച്ചിട്ട് 4 പിള്ളേരെ തല്ലിയതും പോരാഞ്ഞിട്ട് ബീർ ബോട്ടിൽ എടുത്ത് കുത്താൻ പോവായിരുന്നു. കുത്താൻ പോയത് അഫൻസ് ആയതുകൊണ്ട് അവൻ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ ഇരുത്തിയത് കൊണ്ടാണോ എന്തോ ഞാനും കൂടാതെ 2 പേരും ചേർന്ന് ഇവൻ എൻകൗണ്ടർ ചെയ്യാൻ ട്രൈ ചെയ്തത്രേ. അതുമല്ല, അവന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ 2 പേരെ കൊന്നത്രേ. ഇവനും അവിടുന്ന് രക്ഷപ്പെട്ടെന്ന്. അവന്റെ കഥ പറച്ചില് കേട്ടപ്പോഴേക്കും സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവൻ വല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അതുമല്ല മെന്റലി അവന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് സംശയിച്ച് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ടെസ്റ്റും ചെയ്തു. റിപ്പോർട്ട്സ് ഒക്കെ പോസിറ്റീവായിരുന്നു. മാത്രമല്ല, ഡ്യൂട്ടിയിലുള്ള പോലീസിന്റെ ദേഹത്ത് കൈവച്ചാലേ ഞങ്ങളുടെ ഡീലിംഗ് എങ്ങനെയാണെന്ന് അറിയാലോ. പക്ഷേ നിങ്ങളുടെ മകന് മാനസികമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ട്
ഗവൺമെന്റിന്റെ ചെലവിലാ ഞങ്ങൾ അവനെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ എന്ത് കണ്ടെന്നായി പറയുന്നേ? എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? എന്റെ മോനെ ഭ്രാന്ത് പിടിച്ചെന്നോ? നുണയാണ് നിങ്ങൾ ഈ പറയുന്നതല്ല. എന്റെ മോനെ ഭ്രാന്ത് പിടിച്ചിട്ടില്ല. എന്റെ മോനെ ഭ്രാന്ത് പിടിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാടാ ഈ പറയുന്നേ? ഇവരെല്ലാരും കൂടെ ചേർന്ന് എന്റെ മോന് ഭ്രാന്താന്ന് പറയുന്നത് കേട്ടില്ലേ? ആദ്യം ഒന്ന് സമാധാനിക്കാം ആന്റി. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവന്റെ അവസ്ഥ എല്ലാവരും കണ്ടതല്ലേ? സർ, ആ ഡിസോർഡറിന്റെ പേരെന്താ പറഞ്ഞത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെല്യൂഷൻ എന്നാണ് പറയാ. ഡ്രീംസും തോട്ട്സും ചേർന്ന് വേണമെങ്കിൽ അതിനെ കൺഫ്യൂഷൻ എന്നും പറയാം. അതായത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു കാര്യം സത്യമാണെന്ന് കരുതി റിയാക്ട് ചെയ്യുക. മിസ്റ്റർ ശങ്കരനും അതാണ് സംഭവിച്ചിരിക്കുന്നത്. തന്നെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നും തന്നെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്നും സങ്കല്പിച്ച് പോലീസിനെ കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സർ, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് നേരത്തെ കാണിക്കേണ്ടല്ലേ? പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാനാ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റെന്നാണോ? ഞാൻ അങ്ങനെയല്ല സർ ഉദ്ദേശിച്ചത്. ദാ നോക്ക്, നിങ്ങൾ ഇപ്പോഴും ലേണിംഗ് സ്റ്റൈൽ തന്നെ ഉള്ളത്. ഞാൻ MS ആ. സംസാരിക്കുമ്പോ അതുകൂടി ഓർമ്മ വേണം. സോറി സർ. എന്റെ മകനെല്ലാം ഭേദമാകുമല്ലോ ഡോക്ടർ? ഒന്നും സംഭവിക്കില്ലല്ലോ? ഇതിനങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു നാൾ ഇവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന കാര്യമുള്ളൂ.